കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചില ടെലിവിഷൻ ചാനലുകളിൽ കണ്ട സ്തോഭജനകമായൊരു വാർത്തയെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിഭയാനകമായ ഒരു സ്വജനപക്ഷപാതം നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നു. സംഭവം എന്ന് വെച്ചാൽ തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ 25 സ്റ്റാൻഡിംഗ് കൗൺസിലർമാർ കേരള ഹൈക്കോടതിയിലുണ്ടായിരുന്നു. ഒന്നാലോചിക്കൂ, ഒരു കോർപ്പറേഷന് 25 സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. അതിൽ കുറേ പേരൊക്കെ തൃശ്ശൂർക്കാർ തന്നെയാണ്. അവർ പ്രാക്ടീസ് ചെയ്യുന്നത് തൃശ്ശൂരാണ്. ചിലരൊക്കെ അരങ്ങ് കാണാത്ത നടന്മാരാണ്, ഇതുവരെ കോട്ടിടാത്തവരും കോടതി പോകാത്തവരും, നാമമാത്ര അഭിഭാഷകരുമാണ്. അതുകൂടാതെ കുറച്ച് പേര് എറണാകുളത്തുനിന്നുണ്ട്. ഈ സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ ജോലി ഹൈക്കോടതിയിലാണ്, അല്ലാതെ തൃശ്ശൂർ മുനിസിപ്പൽ കോടതിയിലല്ല. മുനിസിപ്പൽ കോടതിയിൽ കൊല്ലത്തിൽ 1, 2, 3, 3.5 ഒക്കെ കേസുകൾ വരില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിക്കുന്നത് പ്രധാനമായിട്ട് ഹൈക്കോടതിയിലേക്കാണ്. ഹൈക്കോടതിയിൽ നിലവിൽ 25 സ്റ്റാൻഡിംഗ് കൗൺസിലേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം അത് വർദ്ധിപ്പിച്ചു, 29 വർദ്ധിപ്പിച്ചു. 4 പേരെ കൂടി പുതുതായിട്ട് നിയമിച്ചു. പുതുതായി നിയമിക്കപ്പെട്ട 4 പേരിൽ ഒരാൾ എറണാകുളം MP ഹൈബി ഈഡൻ്റെ സഹധർമ്മിണിയും ജന്മം കൊണ്ട് തൃശ്ശൂർ സ്വദേശിയുമായിട്ടുള്ള അന്ന ലിൻഡയാണ്. ഈ അന്ന ലിൻഡയെ നിയമിച്ചത് ഭയങ്കരമായ സ്വജനപക്ഷപാതമായി പോയി എന്നാണ് ടെലിവിഷൻ ചാനലുകാരും കോൺഗ്രസ്സിലെ തന്നെ ചില കുബുദ്ധികൾ പറയുന്നത്. ഇവരുടെ വിചാരം ഈ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ എടുത്താൽ പോകാതെ എന്തോ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള എന്തോ വലിയ പദവിയാണ് എന്നുമാണ്. സത്യം പറഞ്ഞാൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല എന്നുള്ളതാണ് വ്യക്തം. ഇതിനു മുമ്പ് ഒരു നേതാവിൻ്റെയും ഭാര്യയോ മകനെയോ സഹോദരിയോ സഹോദരനെയോ കേരള ഹൈക്കോടതിയിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിയമിച്ചിട്ടില്ല എന്നാണ് ഇത് കേൾക്കുന്ന പാവങ്ങൾ വിചാരിക്കുക, സാധുക്കൾ വിചാരിക്കുക, നേർബുദ്ധികളായിട്ടുള്ള ആളുകൾ അങ്ങനെ വിചാരിക്കുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിച്ചത് K. ഗോപാലകൃഷ്ണക്കുറുപ്പിനെയാണ്. ഗോപാലകൃഷ്ണക്കുറുപ്പ് സമർത്ഥനായ, സത്യസന്ധനായ, കർത്തവ്യബോധമുള്ള ഒരു അഭിഭാഷകനാണ്. ആർക്കും ഒരു ആക്ഷേപമില്ല. മാർക്സിസ്റ്റുകാർക്കും ആക്ഷേപമുണ്ടായില്ല, കോൺഗ്രസ്സുകാർക്കും ആക്ഷേപമുണ്ടായില്ല, BJPക്കാർക്കും ആക്ഷേപമുണ്ടായില്ല. സംഗതി വശാൽ അദ്ദേഹം മുൻ MP, മുൻ MLA K. സുരേഷ് കുറുപ്പിൻ്റെ ജ്യേഷ്ഠൻ കൂടിയാണ്. സത്യം പറഞ്ഞാൽ സുരേഷ് കുറുപ്പിനേക്കാൾ സീനിയറാണ് പാർട്ടിയിൽ ഗോപാലകൃഷ്ണക്കുറുപ്പ്. അദ്ദേഹം വിദ്യാർത്ഥി ഫെഡറേഷൻ കൂടി വന്ന ആളാണ്. പിന്നീട് പാർട്ടിയിൽ ആ രീതിയിൽ സജീവമായില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഗോപാലകൃഷ്ണക്കുറുപ്പിനെ നിയമിച്ചത് വേണമെങ്കിൽ നമുക്ക് സ്വജനപക്ഷപാതമായിട്ട് പറയാമായിരുന്നു, പക്ഷേ ആരും പറഞ്ഞില്ല. കാരണം കുറുപ്പിൻ്റെ അർഹതയെക്കുറിച്ചോ യോഗ്യതയെക്കുറിച്ചോ ആർക്കും ഒരു സംശയത്തിനും അവകാശം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും അവകാശമില്ല. അതുപോലെ തന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ആയി പ്രശോഭിക്കുന്ന സഖാവ് ബിനോയ് വിശ്വത്തിൻ്റെ മകൾ സൂര്യ ബിനോയ് കഴിഞ്ഞ 5 കൊല്ലത്തിലധികമായിട്ട് ഹൈക്കോടതിയിൽ സീനിയർ ഗവൺമെൻറ് പ്ലീഡറായിട്ട് പ്രവർത്തിച്ചു. അവരുടെ കയ്യിൽ കിട്ടിയ കേസുകളൊക്കെ അവർ വൃത്തിയായിട്ട് വാങ്ങിച്ചു. അതിൻ്റെ ശമ്പളവും കൃത്യമായിട്ട് വാങ്ങിച്ചു. അതിൻ്റെ ലെവിയും പാർട്ടിയിൽ അടച്ചു. ഇത്ര കാര്യമുള്ളൂ. അതുപോലെ നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി വീണ ജോർജിൻ്റെ സഹോദരി വിദ്യ കുര്യാക്കോസ് ഒരു ഗവൺമെൻറ് പ്ലീഡറായിരുന്നു. 5 കൊല്ലം അവർ ആ ജോലി ചെയ്തു. കൃത്യമായിട്ട് ശമ്പളവും കണക്ക് പറഞ്ഞ് എണ്ണി മേടിച്ചു. അതുപോലെ എത്രയോ പേർ എണ്ണി പറയാൻ തുടങ്ങി തീരില്ല. നമ്മുടെ TP പീതാംബരൻ മാസ്റ്ററുടെ മകനാണ് TP സജൻ. സജൻ നേരത്തെ വനംവകുപ്പിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്നു. പിന്നീട് KSRTCയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ. ആർക്കും ഒരു ആക്ഷേപം തോന്നിയില്ല, ആരും ഒരു ആക്ഷേപം പറഞ്ഞില്ല. അതുപോലെ T. നവീനാരെന്ന് വെച്ചാൽ നമ്മുടെ കാരണഭൂതൻ്റെ ഭാര്യ സഹോദരിയുടെ മകനാണ്. അദ്ദേഹം ഒരേ സമയത്ത് ബിവറേജ് കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നു, നമ്മുടെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നു. 2 ജോലിയും പുള്ളി വൃത്തിയിൽ ചെയ്തു. കൃത്യമായിട്ട് വരുമാനവും ഉണ്ടായി. ആരും ഒരു ആക്ഷേപം പറഞ്ഞില്ല. കാരണം T. നവീൻ വളരെ നന്നായിട്ട് കേസ് പഠിച്ച് വൃത്തിയിൽ കേസ് വാദിക്കുന്ന ആളാണ്. ജഡ്ജിമാർക്കും അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്, വക്കീൽമാർക്കും നല്ല അഭിപ്രായമാണ്. ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് ചീത്ത അഭിപ്രായമില്ല, മോശം അഭിപ്രായമില്ല. ഇനി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന CN മോഹൻ്റെ സഹോദരൻ CN പ്രഭാകരൻ എത്രയോ കൊല്ലം ഹൈക്കോടതിയിൽ ഗവൺമെൻറ് പ്ലീഡറായി. വല്ലവർക്കും വല്ല ആക്ഷേപമുണ്ടായോ? ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഇതൊക്കെ സാധാരണ ചെയ്യുന്നതാണ്. ഇവിടെ അന്ന ലിൻഡ എന്ന് പറഞ്ഞ സാധു സ്ത്രീയെ സത്യത്തിൽ ഈ കോൺഗ്രസ്സുകാരെ അവമാനിക്കുക ചെയ്ത്. കാരണം 25 സ്റ്റാൻഡിംഗ് കൗൺസിലർമാരുള്ള ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ അവരുടെ എണ്ണം 29 വർദ്ധിപ്പിക്കുന്നു. ആ 29-ൽ ഒരു മെമ്പറായിട്ട് അന്ന ലിൻഡയെ നിയമിച്ചിരിക്കുന്നു. അന്ന ലിൻഡയ്ക്ക് ഇതുകൊണ്ട് 5 പൈസയുടെ പ്രയോജനമുണ്ട്. ആണ്ടും കൊല്ലവും സംക്രാന്തി എത്തുമ്പോൾ ചിലപ്പോൾ ഒരു കേസ് കിട്ടിയെന്ന് വരും, ചിലപ്പോൾ ഒരു കേസ് കിട്ടിയില്ലെന്നും വരും. ആ ഒരു കേസിൻ്റെ
ഫീസ് തന്നെ ഇവിടെ നിന്ന് എഴുതി അയച്ചാൽ തൃശ്ശൂർ കോർപ്പറേഷൻ പാസ്സായി വരുമ്പോഴത്തേക്കും അന്നൽ ഇന്ത്യക്ക് 10 വയസ്സ് വർദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും വർദ്ധിച്ചിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. ഇവർക്ക് ആകെ കിട്ടിയത് എന്താണ്? സ്റ്റാൻഡിംഗ് കോഴ്സിലായി എന്ന വാർത്ത ലോകം എമ്പാടും വ്യാപിച്ചു. വേറെ ഒത്തി പറഞ്ഞ ഒരു ഗുണമാണ്. കാരണം അന്നലിൻ്റെ ഒരു അഭിഭാഷകയാണെന്നും ഹൈബീഡിൻ്റെ ഭാര്യയാണെന്നും ഇവർ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നും ലോകവ്യാപകമായിട്ട് വെളിപ്പെട്ടു എന്നല്ലാതെ അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയുമില്ല. കാരണം ഈ കോർപ്പറേഷൻ്റെയൊക്കെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് പ്രവർത്തിച്ചവർക്ക് അതിൻ്റെ പ്രത്യേകത മനസ്സിലാവുള്ളൂ. ഞാൻ തന്നെ നേരത്തെ ഹൗസിംഗ് ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നു. അത് 28 പേരെന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. ഞാനും പിന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള സഖാവ് പൂവപ്പള്ളി രാമേന്ദ്രനായിരുന്നു. ഞങ്ങൾ CPI കാരായിട്ട് നിയമിച്ച അന്ന് മന്ത്രി ബിനോയ് വിശ്വമായിരുന്നു ഹൗസിംഗ് ബോർഡിൻ്റെ ചെയർമാൻ. പിന്നീട് ലീഗിൽ പോയ ഇപ്പോൾ മഞ്ചേരി MLA ആയിരിക്കുന്ന അഡ്വക്കേറ്റ് റഹ്മത്തുള്ളയുമായിരുന്നു. അപ്പോൾ റഹ്മത്തുള്ളയ്ക്ക് വ്യക്തിപരമായിട്ട് വിശ്വാസമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് എന്നെ ഏൽപ്പിച്ചത്. അതിൻ്റെ വരുമാനമൊക്കെ വളരെ കുറവായിരുന്നു. ഒരു കേസിന് 5600 രൂപയോ മറ്റാണ് ആകെ കിട്ടിയത്. പക്ഷേ കേസുകൾ ധാരാളമുണ്ടായിരുന്നു. അത് പറയാനുണ്ട്. ഒരുപാട് കേസുകളുണ്ടായിരുന്നു. അബദ്ധത്തിൽ പോലും ഒരു കേസ് പോലും ഞാൻ എൻ്റെ കൈകൊണ്ട് വിടില്ല, സത്യം പറയാം. എല്ലാ കേസുകളും എൻ്റെ അനന്തരവനും പ്രധാന ശിഷ്യനുമായിരുന്ന മനുവാണ് വാദിച്ചത്. മനു ആ കേസുകളൊക്കെ വൃത്തിയായിട്ട് കൊണ്ടു നടന്നു. കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തു. കണിശമായിട്ട് കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചു. ഞങ്ങൾ ഇരുന്ന 5 കൊല്ലവും ഒരൊറ്റ കേസിൽ പോലും ഹൗസിംഗ് ബോർഡിനെതിരായ ഒരു വിധിയും വന്നിട്ടില്ല. കാരണം കാര്യങ്ങൾ വളരെ പ്രോംപ്റ്റായിട്ട് ചെയ്തു. അങ്ങനെ വലിയ ഭരണഘടനാ പ്രാധാന്യമുള്ള കേസുകളൊന്നും ഹൗസിംഗ് ബോർഡിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. നമ്മുടെ സമയത്തും ഉണ്ടായിട്ടില്ല. 5 കൊല്ലം കഴിഞ്ഞു, കാലാവധി കഴിഞ്ഞു. ഹൗസിംഗ് ബോർഡ് പുതിയ വക്കീലിനെ ഏൽപ്പിച്ചു. നമ്മളെ കേസ് കേട്ട് അവിടെ എത്തിച്ചു കൊടുത്തു. പ്രശ്നം തീർന്നു. ഇത്രയേ ഉള്ളൂ സ്റ്റാൻഡിംഗ് കോഴ്സിലെന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് വലിയ മലമറിക്കുന്ന കാര്യമൊന്നുമില്ല. ഈ പാവം അന്നലിൻ്റെ ഇവർ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാരെ തന്നെ ആവുള്ളൂ. അല്ലാണ്ട് മാർക്സിസ്റ്റുകാരും CPI കാരൊന്നും ഇതിനെപ്പറ്റി ഒരു ആക്ഷേപം പറയില്ല. BJP കാരും പറയില്ല. ഈ പാവ സ്ത്രീയെ ആക്ഷേപിക്കാനും പൊതുജന മധ്യത്തിൽ അവഹേളിക്കാനും ഇവർക്ക് എന്തോ അസ്വാഭാവികമായി അവിഹിതമായി എന്തോ ലാഭം കിട്ടിയിരിക്കുന്നു എന്ന ധ്വനി ഉണ്ടാക്കാനും മാത്രമേ ഇതുകൊണ്ട് സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പാവത്തിന് ഇങ്ങനെ കല്ലെറിയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് കേൾക്കുന്നവർക്ക് അറിയില്ലല്ലോ എന്താണ് ഇവിടെ സംഭവിച്ചത്. ഇത് ഈ റിപ്പോർട്ടർ ചാനൽ മാത്രം കാണുന്ന ഒരാൾ ആയിരിക്കും അന്നലിൻ്റെക്ക് എന്തോ ലോട്ടറി അടിച്ചു, അവർക്ക് വലിയ വരുമാനം ഉണ്ടായിരിക്കുന്നു, അവർക്ക് എന്തോ പ്രധാനപ്പെട്ട സൗഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു എന്ന്. പക്ഷേ അന്നലിൻ്റെക്ക് അറിയുള്ളൂ യഥാർത്ഥത്തിൽ എന്ത് ഉണ്ടാക്കാണ് കിട്ടിയത് എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. കോൺഗ്രസ്സുകാരുടെ വർഗ്ഗ സ്വഭാവമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ജയ് ഹിന്ദ്.